ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ജൂലൈ 6, 2026. എന്നത്തെ പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്ത് ഒരു ബാരിഷ് ക്യാൻഡിലായിട്ടാണ് ഈ 200 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് ഗിഫ്റ്റ് നിഫ്റ്റി അതിൻ്റെ ഒരു ലോസിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റീൻ്റെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ്റെ ലോസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബാരിഷ് ടു സൈഡ് വേസ് മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാം. ഒരു ബെയറിഷ്നെസ് ആണ് മാർക്കറ്റിലുള്ള ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ലോയ്ക്ക് മുകളിലാണ് ഈ ലോ, ഈ ഒരു ലോയ്ക്ക് മുകളിലാണ് ഈ ലോ. സോ ബേസിക്കലി നമ്മളൊരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. സോ ഒരു ബെയറിഷ് സിനാരിയോ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സൈഡ് വേസ്റ്റ് ബുള്ളിഷ് സിനാരിയോയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നമ്മൾ ഓപ്പണിങ്ങിന് തൊട്ട് മുന്നേ തന്നെ ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിഫ്റ്റിയും അതിന് ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വരാനും പ്രോബിലിറ്റി ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി. സോ നിഫ്റ്റിയിൽ ഗിഫ്റ്റ് നിഫ്റ്റിനേക്കാളും മോശമായ ക്യാൻഡിലാണ് വന്നിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ശേഷം ഒരു സ്ട്രോങ് ക്യാൻഡിൽ ടു ദ ഡൗൺ സൈഡാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയും മേ ബി ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽസും ഈ ഒരു ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വരാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആസ് കമ്പയർഡ് ടു നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ആസ് എക്സ്പ്ലെയിൻഡ്, ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് ടു സൈഡ് വേസ് സിനാരിയോ ആണ്, ബട്ട് മോർ ബുള്ളിഷ് ദാൻ നിഫ്റ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ ഈ ഒരു ലോ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ബെയറിഷ് അല്ല, അറ്റ്ലീസ്റ്റ് ഇത് ഒരു സൈഡ് വേസ് പോലും അല്ല എന്ന് ഞാൻ പറയും. ഇറ്റ് ഈസ് എ ബുള്ളിഷ് സിനാരിയോ ഇൻ ബാങ്ക് നിഫ്റ്റി. പക്ഷേ കഴിഞ്ഞ പ്രൈസ് ആക്ഷൻ വാസ് നോട്ട് ഗുഡ്. അത്ര നല്ല പ്രൈസ് ആക്ഷൻ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ രണ്ട് ക്യാൻഡിൽ നല്ല ഹയർ വോളിയത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കൈൻഡ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിഫ്റ്റി ബാങ്ക് ഈ ഒരു ലെവലിന് താഴെ പോവോ ഇല്ലയോ, പോയി കഴിഞ്ഞാൽ കുറച്ച് ബെയറിഷ് സിനാരിയോ ആയിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ പറഞ്ഞ രണ്ട് ഇൻഡെക്സ്, അതായത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആണ്. വീക്കിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ട്രെൻഡ് ലൈൻ വന്നിട്ട് 1, 2, 3 ടച്ച് 4 ടച്ച് ട്രെൻഡ് ലൈൻ ആണ് ഉള്ളത്. ഈ 4 ടച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സോ ഡെഫിനറ്റ്ലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും വളരെയധികം നല്ല മൂവ്സ് കിട്ടാനുള്ള ചാൻസസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇന്ത്യ വിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സിൽ ഒരു 12 താഴെ പോകുന്നുണ്ട്. സോ ബേസിക്കലി 12 താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടെ ചോപ്പി ആവും, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ടു ദ അപ്സൈഡ് പല സ്റ്റോക്കിനും കുറയാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റിലുള്ള വോളറ്റിലിറ്റി മൊത്തം വളരെ നല്ല രീതിയിൽ സബ്സൈഡ് ആവുന്നതാണ് നമുക്ക് കാണുന്നത് 12 താഴേക്ക് പോകുമ്പോൾ. പക്ഷേ ഈ ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല. മേ ബി ചെറിയൊരു പുൾ ബാക്ക് വരാം. പക്ഷേ ഈ പുൾ ബാക്കിൽ നല്ല രീതിയിൽ സ്റ്റോക്സും പുൾ ബാക്ക് ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇന്ത്യ വിക്സ് ഒരു ബെയറിഷ് സിനാരിയോയിലാണ് ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. ഇന്ത്യ വിക്സ് ബെയറിഷ് സിനാരിയോയിലായി കഴിഞ്ഞാൽ ഐഡിയലി ഈ നിഫ്റ്റി എല്ലാം മുകളിലേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെയധികം ഹൈ ആണ്. ബെർത്ത് അനാലിസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോക്സ് അബൌട്ട് 20 പീരീഡ് മൂവിങ് ആവറേജ് പോസിറ്റീവാണ്. സ്റ്റോക്സ് അബൌട്ട് 50 പീരീഡ് മൂവിങ് ആവറേജും മുകളിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവാണ്. ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് സ്റ്റോക്സ് അബൌട്ട് 200 പീരീഡ് മൂവിങ് ആവറേജ് 56 ലെവലിലാണ് നിൽക്കുന്നത്. സോ ടോട്ടൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിനാരിയോയിൽ നിൽക്കുന്നത് പറയാം. അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ സ്റ്റോക്സ് ആർ അബവ് ഇറ്റ്സ് 200 പീരീഡ് മൂവിങ് ആവറേജ്. 52 വീക്ക് ഹൈ ലോയും പോസിറ്റീവാണ്. മാർക്കറ്റ് ബ്രെത്തും ഓക്കെയാണ്, പോസിറ്റീവ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഈ ഒരു മെട്രിക്സസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ. സോ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് ഇൻഡെക്സ് അനാലിസിസ് വൈസ്, അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രെത്ത് വൈസ് എനിക്ക് ഒരു പോസിറ്റീവ് ക്യൂസാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഒരു പോസിറ്റീവ് ക്യൂസ് കിട്ടാത്ത എവിടെയെന്ന് വെച്ചാൽ എൻ്റെ വാച്ച് ലിസ്റ്റ് സ്റ്റോക്സ് എന്നാണ്. ഐഡിയലി ഞാൻ ഹൈ RF സ്റ്റോക്സ് അല്ലെങ്കിൽ ഹൈ റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സിന് എൻ്റെ വാച്ച് ലിസ്റ്റ് എടുത്ത് വെക്കാറ്. സോ ഞാൻ ടോപ്പ് 10-15 സ്റ്റോക്സിന് എടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി സ്ട്രെങ്ത്ത് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട സെറ്റപ്സും കാര്യങ്ങളൊന്നും അങ്ങനെ
കാണുന്നില്ല. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റായിട്ട് എടുത്ത 2-3 ട്രേഡ്സ് എനിക്ക് അത്ര നല്ല ഒരു ഫീഡ്ബാക്ക് അല്ല കിട്ടിയത്. സോ ഞാൻ കുറച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ പൊസിഷൻ സൈസ് കുറച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതുപോലെ ചെയ്യണം എന്നല്ല. എൻ്റെ സ്ട്രാറ്റജി വൈസ് എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഇതാണ്. പക്ഷേ നിങ്ങളുടെ സ്ട്രാറ്റജി വൈസ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക്സ് കഴിഞ്ഞ വീക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അഗ്രസീവായി ട്രേഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ മോശമാണ്, നിങ്ങൾക്ക് അധികം നല്ല ട്രേഡുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എടുക്കുന്ന ട്രേഡുകളിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഇവനിൽ നിങ്ങൾക്ക് ഔട്ട് ആവേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ കുറച്ച് കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ സൈസ് കുറച്ച് ട്രേഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. ഈ പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായ ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.